നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായി ഇംഗ്ലണ്ട് മുൻ ക്യാപ്റ്റൻ ഓവൻ മോർഗൻ എത്തിയേക്കുമെന്ന രവിചന്ദ്ര അശ്വിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. സ്റ്റീഫൻ ഫ്ലെമിംഗുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ തന്നെയാണ് ഈ പുതിയ മാറ്റമെന്നും പുതിയ പരിശീലകനെ തേടുകയെന്നും നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചത്. ഇതിനിടെ മോർഗൻ എത്തുമെന്ന അശ്വിൻ അഭിപ്രായപ്പെട്ടതോടെ തന്നെ എല്ലാ കാഴ്ചപ്പാടുകളും മാറുന്നു. തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം 5 തവണ IPL ചാമ്പ്യന്മാരായ CSK അടുത്തിടെയാണ് ഫ്ലെമിംഗുമായി പിരിഞ്ഞത്. അതേസമയം പുതിയ തന്ത്രങ്ങളുമായി വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനാണ് ഫ്രാഞ്ചൈസി ലക്ഷ്യമിടുന്നത്. ഫ്ലെമിംഗിനെ പകരക്കാരനായി ചർച്ച ചെയ്യപ്പെടുന്നതും പേരുകളിൽ മോർഗന്റെ പേര് മുന്നിലുണ്ടെന്നാണ് അശ്വിൻ പറയുന്നത്. എന്നാൽ മോർഗൻ ഉടനടി ചുമതലയേൽക്കുമോ എന്നും അതോ പിന്നീട് ടീമിനൊപ്പം ചേരുമോ എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇയാൻ മോർഗൻ വന്നേക്കാമെന്നും എനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് ചർച്ചകളിലുണ്ടെന്നുമാണ് പറയുന്നത്. പ്രാഥമിക ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇതിൽ 2 സാധ്യതകളാണുള്ളത്. ഇയാൻ മോർഗൻ ഈ വർഷം തന്നെ ചുമതല ഏൽക്കുമോ എന്നതും അതോ മിനി ലേലത്തിൽ ടീമിനെ രൂപീകരിച്ച ശേഷം പിന്നീട് അദ്ദേഹം ചുമതല ഏൽക്കാതിരിക്കുമോ എന്നുള്ള കാര്യവുമാണ് അശ്വിൻ ചോദിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലോ ഫ്രാഞ്ചൈസി തലത്തിലോ മോർഗന് മുൻപ് ഹെഡ് കോച്ചായി പരിചയമില്ല. 2023 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച അദ്ദേഹം പിന്നീട് കൂടുതലായും കമന്റേറ്ററായും ക്രിക്കറ്റ് നിരീക്ഷകനായുമാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും പരിമിത ഓവർ ക്രിക്കറ്റിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ തന്ത്രജ്ഞരിൽ ഒരാൾ കൂടിയാണ് മോർഗൻ എന്നറിയപ്പെടുന്നു. 2019 തന്നെ ഇംഗ്ലണ്ടിനെ കന്നി ഏകദിന ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചത് മോർഗൻ ആയിരുന്നു. അതേസമയം ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നതാണ് വിവരം. ഋതുരാജ് ഗെയ്ക്വാദിന് പകരം സഞ്ജു സാംസൺ എത്തിയേക്കുമെന്നതാണ് റിപ്പോർട്ടുകളുള്ളത്. അതേക്കുറിച്ച് സ്ഥിരീകരണമില്ലെങ്കിലും സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കണം എന്നതിൽ കൂടുതൽ പേരുടെയും അഭിപ്രായമുണ്ടെന്ന് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത മത്സരത്തിന് മുൻപായി സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ നിരക്കുന്നത്. CSK മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നുവെന്നും പറയുന്നുണ്ട്. 2026-ലെ CSKയിൽ നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2027-ലെ IPL സീസണിന് മുന്നോടിയായി മാനേജ്മെന്റ് അഴിച്ചുപണി ഒരുങ്ങുന്നത്. ക്യാപ്റ്റൻസി, പരിശീലനം തുടങ്ങി എല്ലാത്തിലും ഈ മാറ്റം ഉണ്ടാകുമെന്നും വിവരമുണ്ട്. IPL മത്സരങ്ങളിൽ 5 തവണയാണ് CSK വിജയ കിരീടം ചൂടിയത്. എന്നാൽ 2026-ലെ മത്സരത്തിൽ വിചാരിച്ചതുപോലുള്ള പ്രകടനം പുറത്തെടുക്കാൻ ടീമിന് സാധിച്ചില്ല. പരിശീലനത്തിൽ സംഭവിച്ച പിഴവുകളും പ്രതികൂലമായി ബാധിച്ചുവെന്ന് തന്നെ വിലയിരുത്താം. അതിനാൽ പരിശീലക സംഘത്തിലും നേതൃത്വത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും. 2023-ലാണ് CSK അവസാനമായി IPL കിരീടം സ്വന്തമാക്കുന്നത്. പിന്നീട് നടന്ന മത്സരങ്ങളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ ടീമിന് സാധിച്ചില്ല.